റിവ്യൂവിൽ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഉദയഭാനുവാണെങ്കിൽ കടയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ദേവിയെ കാണാമെന്നുള്ള പേരും പറഞ്ഞിട്ടാണ് കടയിലേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, മോളെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നതാന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റൊക്കെ എടുത്ത് നമ്മളെ ദേവി ഇരിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ദേവിയാണെങ്കിൽ അവിടെ ഒരാൾ സാധനം മേടിക്കാൻ വന്ന സമയത്ത് നമ്മളെ ദേവി എണീറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ഉദയഭാനുവാണെങ്കിൽ അവിടെ പയ്യൊക്കെ ഇരുന്നിട്ട് നമ്മൾ ദേവി പോകുന്ന സമയത്ത് ആ മേശ തുറന്ന് പൈസയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉദയഭാനാണെങ്കിൽ പെട്ടെന്ന് ദേവിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശരി മോളെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഉദയഭാനാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ദേവിയുടെ കണ്ണിലാണെങ്കിൽ നമ്മൾ ഉദയഭാനു കൊണ്ടുവന്ന ലിസ്റ്റൊക്കെ പിടുന്നുണ്ട്. അങ്ങനെ നമ്മളെ ദേവിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനിപ്പോൾ വരുന്നത് അവിടെ അച്ഛൻ കൊണ്ടുവന്ന ലിസ്റ്റ് ഇവിടെ ഇരിക്കുന്ന എടുത്ത് കൊടുത്തിട്ട് വരട്ടെ, അച്ഛൻ മറന്നു പോയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ദേവിയാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഉദയഭാനുവിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഉദയഭാനുവാണെങ്കിൽ ആകെ പേടിച്ച് ഷോക്കായി പോകുന്നുണ്ട്. ദേവി കണ്ടോ പൈസയൊക്കെ മേശയിൽ നിന്ന് എടുക്കുന്നത്, പൈസ കണ്ടോ എന്നൊക്കെ പേടിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഉദയഭാനു പറയുന്നത്, മോളെ എനിക്കിപ്പോൾ ആ ഒരു പരിപാടിയൊന്നുമില്ല, ഞാനിപ്പോൾ ആ ഒരു ശീലമൊക്കെ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ദേവി പറയുന്നുണ്ട്, അല്ല അച്ഛൻ എന്താ പറയുന്നത്, ഞാനാണെങ്കിൽ ഇപ്പം അച്ഛനക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം ഞാൻ കുറച്ച് പൈസ തരാൻ വേണ്ടി വന്നതാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഉദയഭാനുവാണെങ്കിൽ അതൊക്കെ മേടിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. കാര്യം നമ്മളിപ്പോൾ ദേവിയുടെ കയ്യിൽ നിന്നും പൈസ കിട്ടി, അതുപോലെ കടയിൽ നിന്നും പൈസ അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉദയഭാനു അറിയുന്നില്ലല്ലോ. ആനന്ദാണെങ്കിൽ മൊബൈലിലൂടെ ഇങ്ങനെ ക്യാമറയുടെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളും ഈ നമ്മൾ ഉദയഭാനു അവിടുന്ന് പൈസയൊക്കെ എടുത്ത് കാര്യങ്ങളൊന്നും നമ്മൾ ഉദയഭാനു അറിയുന്നില്ലല്ലോ, ആനന്ദ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ ഉദയഭാനാണെങ്കിൽ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ദേവിയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കറിയാം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമെന്ന് എനിക്കറിയാം, എന്തായാലും വീട്ടിലെ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾ മേടിച്ചുകൊണ്ട് വരുമെന്നൊക്കെ അറിയാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദയഭാനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഇരിക്കും. ഇപ്പോൾ കടയിൽ നിന്നും പൈസ കിട്ടി, ദേവിയുടെ കയ്യിൽ നിന്നും പൈസ കിട്ടിയാണ് നമ്മൾ ഉദയഭാനാണെങ്കിൽ ഡബിൾ ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പണി കിട്ടാൻ പോകുന്നത് നമ്മളെ ദേവിക്കാണ്. വീഡിയോസ് എല്ലാം നമ്മൾ ആനന്ദാണെങ്കിൽ ദേവമംഗലത്തുള്ള എല്ലാവരെയും കാണിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ദേവിയാണെങ്കിൽ ഇനി കരഞ്ഞ് നിലവിളിച്ചിട്ടൊക്കെ ഉള്ള രംഗങ്ങളൊക്കെ ഇനിയിപ്പോൾ അടുത്തടുത്തുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.